നവീൻ ബാബുവിന്റെ മരണത്തിൽ എന്തിനാണ് CBI അന്വേഷണത്തെ സർക്കാർ എതിർക്കുന്നത്? PP ദിവ്യയുടെ ഇടപാടുകൾ പുറത്തു വന്നാൽ CPMലെ ഏത് ഉന്നതനാണ് കുടുങ്ങുക? സർക്കാർ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന് ആവർത്തിക്കുമ്പോഴും എന്തിന് CBI അന്വേഷണം എന്ന കുടുംബത്തിന്റെ ആവശ്യത്തോട് സർക്കാർ മുഖം തിരിക്കുന്നുവെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. ഇതുതന്നെയാണ് KPCC പ്രസിഡന്റ് K സുധാകരനും ചോദിക്കുന്നത്. ഒരു സാധാരണക്കാരന് പോലും ഉണ്ടാകുന്ന ഒരു സംശയം മാത്രമാണ് K സുധാകരനും ഉണ്ടായിട്ടുള്ളത്. കുടുംബത്തോടൊപ്പമെന്ന് അവകാശപ്പെടുന്ന സർക്കാർ CBI അന്വേഷണത്തെ എതിർക്കുമ്പോൾ എന്തോ ഒന്ന് മറച്ചുവെക്കാനുണ്ടെന്ന് ആർക്കും ഉണ്ടാകുന്ന സംശയമാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് തെളിവുകൾ സഹിതം തുറന്നു പറഞ്ഞിരിക്കുകയാണ് സുധാകരൻ. PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളും ഇടപാടുകളും കൈയോടെ പിടിക്കുമെന്ന ഭയമുള്ളതിനാലാണ് ADM നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കുന്നതിനെ CPMും പിണറായി സർക്കാരും എതിർക്കുന്നതെന്നാണ് KPCC പ്രസിഡന്റ് K സുധാകരൻ പറയുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ കോടികളുടെ കരാറുകൾ നൽകിയത് ദിവ്യയുടെ ബിനാമി ഉടമസ്ഥതയിലുള്ള സ്വന്തം കമ്പനിക്കാണ്. ഏക്കർ കണക്കിന് ഭൂമിയും കമ്പനി വാങ്ങിക്കൂട്ടി. 11 കോടിയോളം രൂപയാണ് 2 വർഷത്തിനിടയിൽ പ്രീ ഫാബ്രിക്കേറ്റഡ് ടോയ്ലറ്റ് നിർമ്മാണങ്ങൾക്ക് മാത്രമായി കമ്പനി നൽകിയത്. പടിയൂർ ABC കേന്ദ്രത്തിന്റെ 76 ലക്ഷം രൂപയുടെ നിർമ്മാണ കരാറും ഈ കമ്പനിക്കാണ് നൽകിയത്. ഒരു കരാർ പോലും പുറത്തൊരു കമ്പനിക്കും ലഭിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. PP ദിവ്യയാണ് നവീൻ ബാബുവിന്റെ ആത്മഹത്യാ പ്രേരണ കേസിലെ പ്രതി. കേസ് CBI അന്വേഷിക്കണമെന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം നിരന്തരം ആവശ്യപ്പെടുന്നത്. സർക്കാർ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന് അവകാശപ്പെടുന്ന അതേസമയം തന്നെ CBI അന്വേഷണത്തെ എതിർക്കുകയും ചെയ്യുന്നു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ നിഷ്കരുണം കൊലയ്ക്ക് കൊടുത്ത സംഭവം CBI അന്വേഷിക്കണമെന്ന കേരളീയ പൊതുസമൂഹത്തിന്റെ നിലപാടിന് വിരുദ്ധമാണ് സർക്കാർ നിലപാട്. നവീൻ ബാബുവിന്റെ മരണത്തിലെ ദുരൂഹതകൾക്കൊപ്പം ദിവ്യയുടെ അഴിമതിയും ദുരൂഹമായ ഇടപാടുകളും CBI അന്വേഷണത്തിൽ തെളിയുമെന്നതാണ് CPMനെയും സർക്കാരിനെയും ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ CBI അന്വേഷണത്തെ സർവ്വസന്നാഹവും ഉപയോഗിച്ച് എതിർക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞു. ദിവ്യയുടെ ഇടപാടുകൾ പുറത്തു വന്നാൽ CPMലെ ഏതെങ്കിലും ഒരു ഉന്നതനിലേക്കും അന്വേഷണം വഴിമാറുമെന്ന ഭയവും CPMനുണ്ടോ എന്നതും ഇവിടെ എടുത്തു പറയേണ്ടത് തന്നെ. കാരണം അതല്ലെങ്കിൽ ദിവ്യയെപ്പോലെ ഒരു ജില്ലാ നേതാവിനെ സംരക്ഷിക്കാൻ CPM ഇത്ര കണ്ട് കഷ്ടപ്പെടില്ലെന്ന് ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് വരെ മനസ്സിലാകുന്ന രഹസ്യമാണ്.